ദിവസങ്ങൾക്ക് മുമ്പാണ് ഷാർജയിൽ വെച്ച് ഒരു മലയാളി പെൺകുട്ടി ആത്മഹത്യ ചെയ്ത വാർത്ത നമ്മൾ കേൾക്കുന്നത്. തന്റെ കുഞ്ഞിന്റെ ജീവനെടുത്ത ശേഷം ആ അമ്മ ആത്മഹത്യ ചെയ്യുകയായിരുന്നു. ആ സംഭവം നടന്ന കൃത്യം 10 ദിവസങ്ങൾക്കപ്പുറം ഷാർജയിൽ നിന്ന് മറ്റൊരു ദുരന്ത വാർത്തയും നമുക്ക് കേൾക്കേണ്ടി വന്നു. അതുല്യ എന്ന 30 വയസ്സുകാരിയുടെ മരണ വാർത്തയായിരുന്നു അത്. 2 മരണങ്ങൾക്ക് പിന്നിലും ഒരേ കാരണങ്ങൾ. വിസ്മയയുടെയും ഉത്രയുടെയും അടക്കം പല പെൺകുട്ടികളുടെയും ജീവൻ കവർന്ന അതേ കാരണം. അതെ, സ്ത്രീധനം തന്നെയായിരുന്നു ഇവരുടെയും മരണത്തിന് പിന്നിലെ വില്ലൻ. സ്ത്രീധനം ലഭിച്ചത് പോരാ എന്ന് പറഞ്ഞ് മാനസികമായും ശാരീരികമായുമുള്ള പീഡനങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ടെന്നായിരുന്നു ഏറ്റവും ഒടുവിൽ മരിച്ച അതുല്യയുടെ കുടുംബവും ആരോപിച്ചത്. പുറമേ നിന്ന് നോക്കുമ്പോൾ പ്രശ്നങ്ങളൊന്നുമില്ല, വിദേശത്ത് ജോലി, നല്ല ജീവിതം. എന്നാൽ ശരിക്കും ഓരോ വീടിനുള്ളിലും അവർ അനുഭവിച്ചു കൊണ്ടിരുന്നത് ഭയാനകമായ പീഡനങ്ങൾ തന്നെയായിരുന്നു. സ്ത്രീധനദാഹികളായ ആളുകൾക്ക് സ്വന്തം മക്കളെ വിട്ടുകൊടുക്കരുത് എന്ന് തന്നെയാണ് ഓരോ മരണങ്ങളും നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ, ഇത്തരത്തിലുള്ള മരണങ്ങൾ ആവർത്തിക്കുമ്പോൾ നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, സ്ത്രീകൾ ഫൈനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആവണമെന്ന്. എന്നാലേ ഇത്തരത്തിലുള്ള മരണങ്ങൾ കുറയൂ എന്ന്. ഒരു പരിധിവരെ സത്യമാണെങ്കിലും അത് പോരാ എന്നാണ് വിഭജികയും വിസ്മയയും അതുല്യയും ഒക്കെ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ഫൈനാൻഷ്യലി ഇൻഡിപെൻഡന്റിന്റെ കൂടെ ഇമോഷണൽ ഇന്റലിജൻസിന്റെ പാഠം കൂടി നമ്മൾ കുട്ടികളെ പഠിപ്പിക്കേണ്ടതുണ്ട് എന്ന് ഓരോ മരണങ്ങളും ചൂണ്ടിക്കാണിക്കുന്നു. ഒരു പ്രശ്നം വന്നാൽ സ്വന്തം വീട്ടിൽ അത് പറയാനുള്ള സ്വാതന്ത്ര്യം കൂടെ കുട്ടികൾക്കുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അതുല്യയുടെ മരണത്തിന് ശേഷമുള്ള അവരുടെ അമ്മയുടെ വാക്കുകൾ വേദനിപ്പിക്കുന്നതായിരുന്നു. അതുല്യ ഭർത്താവിൽ നിന്നും നേരിട്ടത് ക്രൂര പീഡനമായിരുന്നു എന്നാണ് അമ്മ പറഞ്ഞത്. ശാരീരികമായും മാനസികവുമായ പീഡനങ്ങൾ താങ്ങാനാകാതെ വന്നപ്പോൾ മകളോട് ബന്ധം ഉപേക്ഷിക്കാൻ പറഞ്ഞിരുന്നുവെന്നും അമ്മ പറയുന്നു. വിവാഹമോചനത്തിന് ശ്രമിച്ചെങ്കിലും 2 കൗൺസിലിംഗിന് ശേഷം ഇരുവരും ഒത്തുതീർപ്പിന് ഒപ്പിടുകയായിരുന്നു. വീട്ടുകാരെ അറിയിക്കാതെ സുഹൃത്തുക്കൾക്കൊപ്പം സതീഷ് വരികയും അതുല്യയെ കൂട്ടിക്കൊണ്ടു പോകുകയുമായിരുന്നു. എന്നാൽ ഇതിനുശേഷവും പീഡനങ്ങൾ തുടർന്നു. സതീഷ് വളരെ ക്രൂരമായി തന്നെ പെരുമാറിക്കൊണ്ടിരുന്നു. തനിക്ക് ലഭിച്ച 43 പവൻ സ്വർണം പോരെന്ന് പറഞ്ഞും ആക്രമണങ്ങൾ തുടർന്നു. കുട്ടിയുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ച് പറഞ്ഞായിരുന്നത്രേ അതുല്യ സ്വന്തം വീട്ടിലേക്ക് തിരിച്ചു വരാൻ മടിച്ചിരുന്നത്. സംശയരോഗിയായിരുന്ന സതീഷ് മകളെ ജോലിക്ക് പോകാനും സമ്മതിച്ചിരുന്നില്ല എന്ന് ആ അമ്മ പറയുന്നു. വിവാഹബന്ധം വേർപ്പെടുത്തിയാൽ സമാധാനമായി ജീവിക്കാൻ വിടില്ലെന്ന് സതീഷ് ഭീഷണിപ്പെടുത്തിയിരുന്നു. തന്റെ മകൾ ആത്മഹത്യ ചെയ്യില്ലെന്നാണ് ആ അമ്മ ഉറപ്പിച്ചു പറയുന്നത്. അവളുടെ മരണത്തിന് പിന്നിൽ ദുരൂഹതയുണ്ടെന്നും അമ്മ പറയുന്നു. ജൂലൈ 8-നായിരുന്നു ഷാർജയിൽ മറ്റൊരു മരണം നടന്നത്. അതും ഒരു കൊല്ലം സ്വദേശിയുടേത് തന്നെ, വിഭജിക. മകളുടെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്നും ഭർത്താവിന്റെ ക്രൂര പീഡനത്തെ തുടർന്നാണ് വിഭജിക ജീവനൊടുക്കിയതെന്നും കാട്ടി അമ്മ ശൈലജ പരാതി നൽകിയിരുന്നു. ഇതേ തുടർന്ന് വിഭജികയുടെ ഭർത്താവിനും ഭർത്താവിന്റെ സഹോദരിക്കും ഭർത്താവിന്റെ അച്ഛനും എതിരെ കേസെടുത്തിരുന്നു. ഗർഭിണിയായിരുന്നപ്പോൾ പോലും വിഭജികയ്ക്ക് ക്രൂര പീഡനം ഏൽക്കേണ്ടി വന്നു. കുഞ്ഞ് ജനിച്ച ശേഷവും പീഡനം തുടർന്നു. അതിക്രൂരമായി ഉപദ്രവിക്കുകയും വീട്ടിൽ നിന്നും ഇറക്കി വിടുകയും ചെയ്തു. എന്തായാലും 3 മരണങ്ങളും നടന്ന വേദനയിലാണ് ഓരോ മലയാളിയും. ആവർത്തിച്ചു വരുന്ന ഓരോ മരണങ്ങളും ഒരു ഓർമ്മപ്പെടുത്തലാണ്. മാറ്റം അനിവാര്യമാണ് എന്നതിന്റെ, അല്ലെങ്കിൽ മാറ്റത്തിനുള്ള സമയം അതിക്രമിച്ചു എന്നതിന്റെ ഓർമ്മപ്പെടുത്തൽ.